പരാദസസ്യങ്ങൾ. ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യങ്ങളിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നു. ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു. ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയാണ് പരാദസസ്യങ്ങൾ. ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയാണ് പരാദസസ്യങ്ങൾ. ഉദാഹരണം: ഇത്തിൽക്കണ്ണി, മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ. ചെടികളിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്ത ആളി. ഇലകളിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്ത ആളി. പരാദസസ്യങ്ങൾ പ്രധാനമായി രണ്ട് തരത്തിൽ: അർദ്ധപരാദങ്ങൾ, പൂർണ്ണപരാദങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദസസ്യങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ. ഇത്തിൽക്കണ്ണി, ചന്ദനമരം. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യമാണ് പൂർണ്ണപരാദം. ഉദാഹരണം: മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികളെ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. തൂക്കിയിട്ട പലകകളിൽ ചകിരിയും മറ്റും കെട്ടിവച്ചാണ് ഇവിടെ ചെടി വളർത്തുന്നത്. കൂടാതെ ചിലത് മരത്തിൽ ശിഖരങ്ങളിലും. ഈ സസ്യങ്ങൾക്ക് വളരാൻ മണ്ണ് ആവശ്യമില്ല. ശപോപജീവികൾ. ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ പറയുന്നതാണ് ശപോപജീവികൾ. ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ പറയുന്നത് ശപോപജീവികൾ. ഉദാഹരണം: കൂണുകൾ, പൂപ്പലുകൾ. റൊട്ടിയിലും അച്ചാറിലും മറ്റും വളരുന്ന പൂപ്പലുകൾ ശപോപജീവികളാണ്. പൂപ്പലുകളും സസ്യവിഭാഗത്തിൽപ്പെടുന്നതല്ല. കൂണുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ്? പൂപ്പലുകൾ. ശപോപജീവികളായ കൂണുകളിൽ നിന്നും ആഹാരം സൂത്രത്തിൽ കൈക്കലാക്കുന്ന പരാദസസ്യങ്ങളാണ് നിയോട്ടിയ, മോണോട്രോപ്പ തുടങ്ങിയവ. ശപോപജീവികളായ കൂണുകളിൽ നിന്നും ആഹാരം സൂത്രത്തിൽ കൈക്കലാക്കുന്ന പരാദസസ്യങ്ങളാണ് നിയോട്ടിയ, മോണോട്രോപ്പ തുടങ്ങിയവ. ഇവ ശപോപജീവികൾക്കുദാഹരണമാണ്. ദുർബലകാണ്ഡ സസ്യങ്ങൾ. നിവർന്നു നിൽക്കാൻ മാത്രം കാണ്ഡത്തിന് ബലമില്ലാത്ത ചെടികളാണ് ദുർബലകാണ്ഡ സസ്യങ്ങൾ. ഉദാഹരണം: പടവലം, പാവൽ, വെള്ളരി, കുരുമുളക്, മത്തൻ, കുമ്പളം. ദുർബലകാണ്ഡ സസ്യങ്ങൾ. നിവർന്നു നിൽക്കാൻ മാത്രം കാണ്ഡത്തിന് ബലമില്ലാത്ത ചെടിയാണ് ദുർബലകാണ്ഡ സസ്യം. പടവലം, പാവൽ, വെള്ളരി, കുരുമുളക്, മത്തൻ, കുമ്പളം. പലതരം ദുർബലകാണ്ഡ സസ്യങ്ങൾ. ആരോഹികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ. ഉദാഹരണം: കുരുമുളക്, പാവൽ, പടവലം, ചില സസ്യങ്ങൾ പറ്റുവേരുകൾ
ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. ഇഴവള്ളികൾ. നിലത്തു പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി ഉദാഹരണങ്ങൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല, ചെടികളെ താങ്ങി നിർത്താൻ പ്രയോജനപ്പെടുത്തുന്നതും മണ്ണിനു മുകളിൽ കാണപ്പെടുന്നതുമായ വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. താങ്ങുവേരുകൾക്കുള്ള സസ്യത്തിനുദാഹരണം പേരാൽ. പേരാലിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് താങ്ങുവേരുകൾ വളരുന്നു. തണ്ടുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന തരം വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. ഉദാഹരണം ആറ്റുകൈത. കണ്ടൽ ചെടികൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരുകളുടെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതകവിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ അറിയപ്പെടുന്നത് ശ്വസന വേരുകൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. അവയുടെ വേരുകളുടെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതകവിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ പറയുന്നത് ശ്വസന വേരുകൾ. സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും. വേരിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. ഉദാഹരണം മരച്ചീനി. വേരുകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ സംഭരണ വേരുകൾ. ഉദാഹരണം മരച്ചീനി. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. മണ്ണിനടിയിൽ കാണുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. ഭൂകാണ്ഡങ്ങൾ നട്ടാൽ പുതിയ സസ്യങ്ങൾ ഉണ്ടാകും. സംഭരണ വേരുകൾ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മരച്ചീനി, മധുരക്കിഴങ്ങ്, ശതാവരി. സംഭരണ വേരുകൾ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മരച്ചീനി, മധുരക്കിഴങ്ങ്, ശതാവരി. ഭൂകാണ്ഡങ്ങൾ. ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, കൂവ, മഞ്ഞൾ, വാഴ, ഉരുളക്കിഴങ്ങ്. ഭൂകാണ്ഡങ്ങൾക്കുദാഹരണം ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, കൂവ, മഞ്ഞൾ, വാഴ, ഉരുളക്കിഴങ്ങ്. മരം എന്തെല്ലാം നൽകുന്നു? മരം അനേക ജീവികൾക്ക് വാസസ്ഥലവും ഭക്ഷണവും നൽകുന്നു. ശുദ്ധവായു നൽകുന്നു. തണൽ നൽകുന്നു. മണ്ണിനെ സംരക്ഷിക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ശരിയായ പ്രവർത്തനം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. ഓക്സിജൻ പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ശരിയായ പ്രവർത്തനം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു.